നമസ്കാരം. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും ചിന്തിക്കുന്നത് വിദേശത്ത് പോയി ധനം സമ്പാദിച്ച് ജീവിതം പച്ച പിടിപ്പിക്കണമെന്നതാണ്. എന്നാൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണവും മറ്റ് പ്രശ്നങ്ങൾ മൂലവും ചില ആളുകൾക്ക് ഇതിനുള്ള അവസരങ്ങൾ ലഭിക്കാതെ വന്നേക്കാം. വിദേശത്തൊക്കെ പോകണമെങ്കിൽ വിസയ്ക്കുള്ള കാശ് അല്ലെങ്കിൽ ഏജൻറ്റിനൊക്കെ കൊടുത്ത് ധനം അങ്ങനെ കൊടുത്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള കാലങ്ങളിൽ ആളുകൾ പോകാൻ പറ്റുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ എളുപ്പം പോകാൻ സാധിക്കുന്ന രാജ്യങ്ങളിലൊന്നും ഇന്ന് അത്ര എളുപ്പമായി എത്തപ്പെടാനും സാധ്യമാകുന്നില്ല. എന്നാൽ ജ്യോതിഷപ്രകാരം ഈ 2025 എല്ലാ ബുദ്ധിമുട്ടുകളെയും മറികടന്ന് വിദേശത്തേക്ക് പോകുവാനുള്ള ഭാഗ്യം തെളിയാൻ പോവുകയാണ് ചില നക്ഷത്രക്കാർക്ക്. ഈ മാർച്ച് മാസത്തോടു കൂടി അവസരങ്ങൾ ഉചിതമായ രീതിയിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ്. നിങ്ങളെ വിളിച്ച് ജോലി തരും എന്ന് പറയുന്നത് പോലെ ഭാഗ്യദേവത കടാക്ഷിച്ച് വിദേശ ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് ചില നക്ഷത്രക്കാർക്ക്. 2025 മാർച്ച് മാസത്തോടു കൂടി നിങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമായ വിദേശ ജോലി എന്ന ആ സ്വപ്നം പൂവണിയാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആയിരിക്കും നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട. 2025 മാർച്ച് മാസത്തോടു കൂടി വിദേശ ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള കാര്യമാണെങ്കിലും ഈ ഒരു മാർച്ച് മാസത്തോടു കൂടി നടക്കുന്നതാണ്. ഇനി ജോലിക്കുള്ള ശ്രമമാണെങ്കിലും ഈ മാർച്ച് മാസത്തോടു കൂടി എന്തായാലും 2025 മാർച്ചോടുകൂടി വിദേശ യാത്ര അല്ലെങ്കിൽ വിദേശ ധനസമ്പാദനം എന്ന നിങ്ങളുടെ ആ സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. പൊതുവിൽ വിദേശത്ത് താമസിക്കാൻ താല്പര്യപ്പെട്ട് അവിടെ ജീവിച്ച് നല്ലൊരു നിലവാരത്തിലൊക്കെ വളർന്ന് കുട്ടികളെയും അല്ലെങ്കിൽ കുടുംബമായിട്ട് അവിടെ കഴിയണം എന്നൊക്കെ ആഗ്രഹം മനസ്സിൽ പുലർത്തുന്ന ആളുകളാണ്. സ്വദേശത്ത് നിന്ന് വിദേശത്തോട്ടുള്ള ഒരു താല്പര്യം കൂടുതലായി ഉള്ള നക്ഷത്രക്കാർ കൂടിയാണ് ഉത്തരം. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് മാസം മുതൽ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമാണ് തെളിയുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് അക്കരയിലേക്ക് എത്താനായി സാധ്യമാകുന്നില്ലായിരുന്നു. എന്നാൽ ഈ മാർച്ച് മാസത്തോടുകൂടി നിങ്ങളുടെ ആ വിദേശ ഭാഗ്യം തെളിയാൻ പോവുകയാണ്. ഉചിതമായ സമയമാണ് അടുക്കാൻ പോകുന്നത്. വിദേശത്ത് പോയി ധനം സമ്പാദിച്ച് ഒരു നല്ല നിലയിലേക്ക് ഉയരുവാനും മാർച്ച് മാസത്തോടുകൂടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രം മകയിരമാണ്. വിദേശത്ത് പഠിക്കുവാനായി പോകാനുള്ള സാധ്യത ഈ ഒരു മാർച്ച് മാസത്തോടുകൂടി ഏറിയ തോതിൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്കായും പോകാനുള്ള സാധ്യത ഭാഗ്യം നിങ്ങൾക്ക് തെളിഞ്ഞു കാണുന്നുണ്ട്. പഠിത്തത്തിൽ നല്ല മികവ് പുലർത്തുന്ന ആളുകളായതിനാൽ തന്നെ നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോയി പഠിച്ച് ഉയർന്ന നിലയിലേക്ക് ഉയരുവാനായി സാധ്യമാകുന്നതാണ്. വിദേശ പഠനം പൂർത്തിയാക്കി നാട്ടിൽ വന്നായാലും നിങ്ങൾക്ക് ഉയർന്ന ജോലി സിദ്ധിക്കുന്നതാണ്. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ തടസ്സപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി വിദേശത്ത് പോയി പഠിക്കാനുള്ള ഭാഗ്യവും അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് സ്വന്തം പഠിത്തത്തിനുള്ള ധനം സ്വന്തമായി തന്നെ സ്വരൂപിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഏറെ നാളത്തെ ആഗ്രഹമാണ്. കൂടെയുള്ള ആളുകളൊക്കെയും ജോലിക്ക് പോയി വിദേശത്ത് ധനം സമ്പാദിച്ചു സെറ്റിൽഡ് ആയി എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് അലട്ടുന്നുണ്ടോ. അതിനായി ഒരുപാട് ശ്രമിച്ച് പണം ഒരുപാട് അനാവശ്യമായി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മറിഞ്ഞ് ഈ മാർച്ച് മാസത്തോടു കൂടി തലവര തെളിയാൻ പോവുകയാണ്. നിങ്ങളുടെ വിദേശ ഭാഗ്യം എന്ന ഏറെ നാളത്തെ സ്വപ്നമാണ് പൂവണിയാനായി പോകുന്നത്. മൂന്നാമത്തെ നക്ഷത്രം പൂരാടമാണ്. നിങ്ങൾക്കും ഈ മാർച്ച് മാസത്തോടു കൂടി വിദേശ ഭാഗ്യം തെളിയുന്നതാണ്. അത് ബന്ധുക്കൾ നിമിത്തമോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയോ ആയിരിക്കും നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള ഭാഗ്യം തെളിയുന്നത്. അപ്പോൾ ബന്ധുക്കൾ നിമിത്തം ഓഫർ വരാനായിരിക്കും ചിലപ്പോൾ സാധ്യത, അല്ലെങ്കിൽ ഫ്രണ്ട്സ് മുഖേനയുള്ള ഓഫർ വരാൻ സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് ജോലിയും പഠിത്തവും നിങ്ങൾക്ക് മുന്നിട്ട് കൊണ്ടുപോകാനായി സാധിക്കും. പഠിത്തം പാതി വഴിയിൽ മുടങ്ങി അല്ലെങ്കിൽ ഇനിയും പഠിത്തം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനൊക്കെ ഒരു സാധ്യത ചാൻസ് ലഭിക്കുന്ന സമയം കൂടിയാണ്. പഠിച്ച മേഖലയിൽ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. പഠിച്ച ജോലി തന്നെ കിട്ടുമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും. പേടിക്കേണ്ട. നിങ്ങൾ പഠിച്ച തൊഴിലിനനുസരിച്ച് നിങ്ങൾ എന്ത് കോഴ്സാണോ പഠിച്ചത്, ഏത് ജോലി കിട്ടാൻ വേണ്ടിയാണോ നിങ്ങൾ പഠിച്ചത്, ആ ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സുവർണ അവസരമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്.
കൂടാതെ വിദേശത്ത് തന്നെ സ്ഥിര താമസമാകാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് തെളിയുന്നുണ്ട്. ഒരു ജോലിക്കാരനായി പോയി അവിടെ നിന്ന് നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് വന്ന് വീണ്ടും പോകുന്നതും, അതുകൂടാതെ തന്നെ അവിടെ സ്ഥിരമായി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി അവിടെ വസിക്കാനുള്ളൊരു ഭാഗ്യം കൂടിയാണ് നിങ്ങൾക്ക് സിദ്ധമാകാനായി പോകുന്നത്. അപ്പോൾ ഈ വരുന്ന മാർച്ച് മാസം 2025 എന്ന ഈ വർഷം നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സമയമാണ്. വിദേശ ഭാഗ്യം എന്ന നിങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഈ മാർച്ച് മാസത്തോടു കൂടി പൂവണിയാനായി പോകുന്നത്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്കും വിദേശത്ത് ജോലി ചെയ്യാനുള്ള യോഗം ഈ മാർച്ച് മാസത്തോടു കൂടി ആരംഭിക്കുന്നതാണ്. കുടുംബത്തെയും കൂടെ കൊണ്ടുപോകാനുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഇതോടൊപ്പം ലഭിക്കുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനമാണ് ഈ മാർച്ച് മാസത്തോടു കൂടി എഴുതി വെച്ചിരിക്കുന്നത്. തലയിൽ എഴുത്തെന്ന് പറയാറില്ലേ, അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ മാർച്ച് മാസത്തോടു കൂടി നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ നിങ്ങളിൽ നിന്ന് അകലുകയും ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാനും നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. തൃക്കേട്ടയാണ് അടുത്ത നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വിദേശത്ത് ജോലി ചെയ്യാനുള്ള ഭാഗ്യം ഈ മാർച്ച് മാസത്തോടുകൂടി തെളിയും. എങ്കിലും 30 വയസ്സിന് ശേഷമുള്ള സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അല്പം ശോഭിക്കുവാനായി സാധിക്കുന്ന സമയം. അതിനു മുന്നേയുള്ള സമയങ്ങളിൽ ചില ജോലികളൊക്കെ ചെയ്താലും അത് കണ്ടിന്യൂ ചെയ്തു പോകാനോ ചില ബുദ്ധിമുട്ടുകൾ കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒക്കെ പറ്റാതെ വന്നേക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 30 വയസ്സിന് ശേഷമുള്ള സമയം നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ സമയമാണ്. വിദേശത്ത് സ്ഥിരതാമസമാക്കാനും യോഗമുള്ള ഒരു നക്ഷത്രം കൂടിയാണ് തൃക്കേട്ട. അപ്പോൾ വരുന്ന ഈ മാർച്ച് മാസത്തോടു കൂടി നിങ്ങൾക്കും വിദേശഭാഗ്യം തെളിയുന്നുണ്ട്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വിദേശത്ത് സ്ഥിരമായി താമസിക്കാനുള്ള ഭാഗ്യം തെളിയുന്ന നക്ഷത്രം കൂടിയാണ്. ഈ 2025 കാര്യം പറയുമ്പോൾ ഈ മാർച്ച് മാസത്തോടു കൂടി നിങ്ങൾക്കും വിദേശത്തേക്ക് പോകുവാനും അവിടെ ജോലി ചെയ്ത് ധനം സമ്പാദിക്കുവാനും സാമ്പത്തികമായി നേട്ടത്തിലേക്ക് കുതിക്കുവാനും പഠിക്കുവാനും അതിനോടൊപ്പം തന്നെ ജോലിയോടൊപ്പം തന്നെ പഠിച്ച് മുന്നോട്ട് പോകുവാനും ഒക്കെയുള്ള ഭാഗ്യമാണ് തെളിയുന്നത്. കൂടാതെ വിദേശത്ത് നിന്നുള്ളൊരു പങ്കാളിയെ സ്വന്തമാക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ ഒരു വേളയിൽ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അപ്പോൾ പൂർണ്ണമായി പറഞ്ഞാൽ വിദേശത്ത് തന്നെ സെറ്റിൽഡ് ആകാനുള്ള ഭാഗ്യമാണ് ഈ മാർച്ച് മാസത്തോടു കൂടി തിരുവാതിര നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നില്ലേ വിദേശത്ത് പോകണം, ധനം സമ്പാദിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെയുള്ള ആ ആഗ്രഹം കൂടിയാണ് ഈ 2025 വരാൻ പോകുന്ന മാർച്ച് മാസത്തോടു കൂടി പൂവണിയാനായി പോകുന്നത്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്കും വിദേശ ഭാഗ്യം പറയുന്നുണ്ട്. നിങ്ങൾക്കും ഒരു 32 വയസ്സിന് ശേഷമുള്ള സമയമാണ് വിദേശത്തേക്ക് പോകാൻ ഏറ്റവും അനുയോജ്യം. ആ ഒരു സമയത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് അവിടെ നിലനിന്ന് സന്തോഷത്തോടു കൂടി സമ്പാദിക്കുവാനായൊക്കെ സാധിക്കുന്നതാണ്. ഒരു ഭാഗ്യം വളരെയധികം കടാക്ഷിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് പുണർദം. നിങ്ങൾക്കും സുഹൃത്തുക്കൾ വഴിയുള്ള ഭാഗ്യമായിരിക്കും വിദേശത്തേക്ക് പോകാനായി കൂടുതൽ കാണുന്നത്. സുഹൃത്തുക്കൾ മുഖേന ഓഫറുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരിൽ നിന്ന് ഓഫറുകൾ കിട്ടുകയാണെങ്കിൽ ആ ജോലിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും വേണം. അതിനുശേഷം പോകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ പോവുക. കാരണം ഭാഗ്യ സമയമാണ് മാർച്ച് മാസം മുതൽ ആരംഭിക്കുന്നത്. വിദേശത്ത് നിന്ന് നിങ്ങൾക്ക് സമ്പാദിച്ച് നേട്ടങ്ങൾ കൊയ്യണം എന്ന ഒരു വിധി കൂടി നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ അത് നേട്ടത്തിലേക്ക് തന്നെയായിരിക്കും നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതും. അപ്പോൾ 2025 മാർച്ച് മാസത്തോടു കൂടി വിദേശ ഭാഗ്യത്തിനുള്ള ഒരു വഴി തുറക്കാൻ പോകുന്ന നക്ഷത്രക്കാരാണ് ഈ കൂട്ടർ.